ഉണ്ടായ സംഭവം ഇവർ കുടുംബത്തിൻ്റെ ചെറിയൊരു പ്രശ്നം തുടക്കം മുതലേ ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ കുടുംബ കലഹം അതാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ എന്തോ ചെറിയ സംഭവങ്ങൾ ഉണ്ടായി കാണാം. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് മകനും അപ്പച്ചനും തമ്മിലുള്ള വാക്ക് തർക്കം. അവസാനം ആ വാക്ക് തർക്കത്തിലാണ് മകനെ വെടിവെച്ചതും. മകൻ തല കുമ്പിട്ട് പോയപ്പോൾ മകൻ പറഞ്ഞത് തല കുമ്പിട്ട് കൊണ്ട് എൻ്റെ തലയുടെ ഭാഗത്ത് ഇവിടെ വെടിയേറ്റ് കുട്ടി ഓടിയതിന് ശേഷം ഇവന് സ്വയം വീട്ടിൽ മറ്റു ഭാര്യ ഉണ്ടായിരുന്നില്ല. ഇവൻ സ്വയം പിന്നെ തോക്കെടുത്ത് ആദ്യത്തെ വെടി ഇവൻ സ്വയം ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് സൈഡ് വഴി അവനെ വെടിവെച്ച് അവൻ മരിക്കാതെ തന്നെ അബോധാവസ്ഥ പോലെ പെട്ടെന്ന് വെടികൊണ്ട് കിടന്നെങ്കിലും വീണ്ടും അവൻ മരിച്ചിട്ടില്ല എന്ന് അവൻ തന്നെ സ്വയം തോന്നി. അവൻ എഴുന്നേറ്റിട്ട് വീണ്ടും വെടിവെക്കുകയാണ്. വീണ്ടും വെടിവെച്ചിട്ട് ഇവിടുന്ന് തകർന്നുപോയി. വെടിവെച്ചിട്ട് ഇവിടുന്ന് തകർന്നുപോയി. തകർന്നിട്ടാണ് പിന്നെ അപ്പോഴേക്കും പോലീസിനെ അറിയിച്ച് ആളുകൾക്ക് ഇവിടെ വന്നുവിടാനായിട്ടുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. തോക്കായതുകൊണ്ട് അവന് വരാനുള്ളൊരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പോലീസിൻ്റെ അയ്യമ്പുഴ പോലീസ് ഉടനെ സ്ഥലത്തെത്തി. പോലീസ് വാഹനത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് രണ്ടുപേര്. അവിടെ ചെന്ന് കാർന്നൂർ ഉടനെ മരിച്ചായിരുന്നു. മകൻ ചികിത്സയിൽ ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. കുടുംബ പ്രശ്നമാണ് കാരണം. മറ്റു കാരണങ്ങളൊന്നും ഈ കുടുംബത്തിൽ സാധാരണ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആളെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് തോക്കിൻ്റെ ലൈസൻസൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ഗൺമാനാണ്. ചില ബാങ്കുകൾ മാറി മാറി പിന്നെ ആൾ സ്ഥിരമായിട്ടൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നൊരു പ്രകൃതമില്ല. അവിടെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ പറയുമ്പോൾ ഒടുക്കുണ്ടാക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് സ്ഥിരം ഒരു ശൈലിയാണ്. പിന്നെ സാമ്പത്തികമായിട്ടൊന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ടി. സ്ഥലത്ത് വന്ന് പോലീസ് ഉടനെ തന്നെ ഈ പറഞ്ഞ പരിക്ക് പറ്റിയ ആളെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടാണോ പെട്ടെന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ പോലീസ് വന്ന് പോലീസ് വണ്ടിയിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തി എന്താണ് ആക്ച്വൽ സംഭവം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. സാഹചര്യം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. മാത്യു മരണപ്പെട്ടിട്ടുണ്ട്.